ഇപ്പം എൻ്റെ ക്യാരക്ടറിനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല. ആട് 2 ആട് 3 വന്നത് തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു 8 വർഷത്തിൻ്റെ ഒരു കാത്തിരിപ്പാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് എന്താ പറയുക പുതിയ കഥാപാത്രങ്ങൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം എൻ്റെ ക്യാരക്ടറിനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല കഥയിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ക്രൂവിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇത്രയും ഒരു ഗംഭീരമായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു കാവ്യ ഫിലിംസും ഫ്രൈഡേ ഫിലിം ഹൗസും കൂടെ ചേർന്നിട്ടൊരു ബിഗ് സ്കെയിലിൽ ചെയ്തൊരു പ്രോജക്റ്റാണത്. അപ്പോൾ ഇത്രയും ആളുകളുടെ കൂടെ ഇരുന്ന് പ്രേക്ഷകരുടെയും ക്രൂയുടെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ സാധിക്കുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറും മിഥുൻ ചേട്ടൻ വളരെ നല്ല രീതിയിൽ സെക്കൻഡിൽ എഴുതിയത് കൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എനിക്കൊരു തേർഡ് പാർട്ടിലും വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിനൊരു വലിയൊരു കാര്യമായിട്ട് സെക്കൻഡ് വേറൊരു ടൈപ്പ് സിനിമയാണ്. അത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഇതിപ്പം ഒരു 2 ടൈം ലൈനിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇതൊരു മാസ് ഒരു സെക്കൻഡ് പാർട്ടായിരിക്കും എൻ്റെ കുറച്ചുകൂടെ ഫേവറേറ്റ്. തേർഡ് പാർട്ട് അവർ 2 രീതിയിൽ എടുത്തേക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റൽ ഇതാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന, ഇതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ ഞാൻ അതിലാദ്യം വന്നതുകൊണ്ടും എനിക്ക് പേഴ്സണലി കുറച്ച് കൂടുതൽ ഇഷ്ടം സെക്കൻഡാണ്. പക്ഷേ തേർഡ് അടിപൊളി. രണ്ട് രീതിയിലാണല്ലോ സിനിമ എടുത്തിരിക്കുന്നത്. സെക്കൻഡും വളരെ നല്ല രീതിയിൽ തന്നെ അത് എന്താ പറയുക, അതൊരു ടൈം ലൈൻ ഒന്നുമില്ല. ഇപ്പോൾ ഇതിലാണെങ്കിൽ പാസ്റ്റും പ്രസൻറ്റും രണ്ടും കൂടെ ഇടകലർത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ടൈം ട്രാവലിങ്ങിൻ്റെ കൺസെപ്റ്റ് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അതിനെപ്പറ്റി കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പാട്ട് വരുമ്പോഴായിരിക്കും എങ്ങനെയാണ് മിഥുൻ ചേട്ടൻ്റെ ഐഡിയ. മിഥുൻ ചേട്ടൻ എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ട് എഴുതുന്ന ഒരാളാണ്. 4th ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അതെല്ലാം മിഥുൻ ചേട്ടൻ്റെ കയ്യിലാണ്.